റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് എന്ന് പറയുന്ന ഒരു ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ദൂരത്തേക്ക് വരെ എത്തിക്കാൻ കഴിയുന്ന ഒരു ഗ്രനേഡാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ IDF-ന്റെ ആളുകളെ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ സൈനികർക്ക് ഹമാസിന്റെ ആക്രമണത്തിൽ, അൽഖസാം ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ് കിടക്കുന്ന സൈനികരെ ഇസ്രായേൽ സൈന്യം സ്ട്രക്ചറിലോ അല്ലാതെയോ ഒക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതും ഈ അൽഖസാം ബ്രിഗേഡിന്റെ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഒരു മൊമെന്റിൽ എത്തുമ്പോൾ ഒറ്റ പൊട്ടിക്കലാണ്. അതായത് ഗസയിലെ ആശുപത്രികളോട് ചെയ്തത്, ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ചെയ്തത്, ഗസയിലെ കുട്ടികളുടെ ആശുപത്രിയിൽ കയറി അടിച്ചത്, ഇതൊക്കെ IDF-ന്റെ ആളുകളായിരുന്നു. അവർക്കൊന്നും ഒരു മനുഷ്യത്വം ഉണ്ടായിട്ടില്ല. ചികിത്സയ്ക്ക് കിടക്കുന്ന കുട്ടികളുടെ ഓക്സിജൻ വരെ കട്ട് ചെയ്തു എന്നാണ് മുമ്പ് വന്നിരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പൊ അത് സ്ഥിരമെന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓക്സിജനും ചികിത്സയും കിട്ടാതെ ആളുകൾ ആയിരക്കണക്കിന് പേര് പിടഞ്ഞു മരിക്കുക, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. ആ ഒരു സാഹചര്യം തന്നെ ഇസ്രായേലിന്റെ സൈനികരുടെ മേലും ഹമാസ് റീക്രിയേറ്റ് ചെയ്യാണ്.